വേദനിപ്പിക്കുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം മടവൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം സ്കൂൾ ബസ് കയറിയിറങ്ങി 4ാം ക്ലാസ്സുകാരി മരിച്ചിരിക്കുന്നു. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വാഹനമാണ് കുട്ടിയുടെ ദേഹത്തിലൂടെ കയറിയിറങ്ങിയത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ കുട്ടി പഠിക്കുന്ന സ്കൂളും ഇത് തന്നെയാണോ, അതേ സ്കൂൾ ബസ്സാണോ, എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും ദാരുണമായ ഒരു അപകട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം മടവൂരിലാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ബസ്സിനടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മടവൂർ ഗവൺമെൻറ് LP സ്കൂളിലെ വാഹനം ഈ കുഞ്ഞിൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങുകയായിരുന്നു. അതേ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണ്. കൃഷ്ണേന്ദു എന്നാണ് വിദ്യാർത്ഥിനിയുടെ പേര്. സ്കൂൾ വിട്ട് വാഹനത്തിൽ വീട്ടിലേക്ക് വരികയായിരുന്നു കുട്ടി. വീടിൻ്റെ സമീപമുള്ള റോഡരികിൽ ബസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ കുട്ടി മറിഞ്ഞു വീഴുകയും അതറിയാതെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തപ്പോൾ കുട്ടിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ കുഞ്ഞിന് മരണം സംഭവിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അപ്പോൾ തന്നെ കുഞ്ഞിനെ അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മടവൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കുറച്ച് വിദൂരമായൊരു സ്ഥലമാണ്. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തേണ്ടതുണ്ട്. മടവൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. മടവൂർ ഗവൺമെൻറ് LP സ്കൂളിലെ വാഹനമാണ് ഈ അപകടം ഉണ്ടാക്കിയത്. ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കൃഷ്ണേന്ദു. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കൃഷ്ണേന്ദു സ്കൂൾ വിട്ട് ഈ വാഹനത്തിൽ, പതിവായി വരുന്ന വാഹനമാണ്, ആ വാഹനത്തിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. മടവൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് വീട്. അവിടെ ബസ് നിർത്തി വാഹനത്തിൽ നിന്ന് കുഞ്ഞിറങ്ങുമ്പോൾ കാൽ തെറ്റിയോ മറ്റോ ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വീണു. വാഹനം ഇതറിയാതെ ഡ്രൈവർ മുന്നോട്ടെടുക്കുമ്പോൾ തലയിൽ കൂടി വാഹനം ടയറുകൾ കയറി ഇറങ്ങിയെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനാകും. ഏതായാലും കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ മറ്റൊരു ദാരുണമായ ഒരു അപകടം. ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അതേ സ്കൂളിൻ്റെ ബസ്സിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൃഷ്ണേന്ദുവിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്ത ഇപ്പോൾ വരികയാണ്. പൂജ, കണ്ണൂരിലുണ്ടായ വാർത്ത സ്കൂൾ ബസ് മറിയുകയായിരുന്നു. ഇത് പക്ഷേ അങ്ങനെ പോലും അല്ല. സ്കൂൾ ബസ്സിൽ നിന്ന് ആ കുഞ്ഞ് ഇറങ്ങി അവൾ വീണുപോയപ്പോൾ ബസ് ഡ്രൈവർ ഇതറിഞ്ഞില്ല. ബസ് എടുക്കുകയും ചെയ്തു. ടയർ കുഞ്ഞിൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി. 7 വയസ്സുള്ള കുഞ്ഞു മോൾക്കാണിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. തീർത്തും ദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ്. അനന്തൻ, സാധാരണഗതിയിൽ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സ്കൂൾ ബസ്സിൽ ആയമാരൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വാർത്ത വന്നിട്ടുള്ളൂ എന്നറിയാം. എങ്കിൽ പോലും ഈ അപകടങ്ങൾ ഇങ്ങനെ പതിവാകുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂൾ ബസ്സിൻ്റെ കാര്യത്തിൽ തന്നെ, സ്കൂൾ ബസ്സിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുന്നു, മുൻപിൽ വാഹനമെടുത്ത് പോകുന്നു, ക്രോസ് ചെയ്യുന്ന സമയത്ത് അപകടമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരുപാട് വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനത്തിൽ ആയമാർ ഉണ്ടായിരുന്നില്ലേ? സാധാരണഗതിയിൽ ബസ് ഈ കുഞ്ഞു കുട്ടികളുമായി പോകുന്ന, പ്രത്യേകിച്ച് LP സ്കൂളിലെയും UP സ്കൂളിലെയും ഒക്കെ കുട്ടികളുമായി പോകുന്ന ബസ്സുകളിൽ സാധാരണ ആയമാരെ നിയോഗിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ പിടിച്ചിറക്കുകയും ബസ്സിലേക്ക് കയറ്റുകയും ഒക്കെ ചെയ്യുന്ന അവരാണ്. ഡ്രൈവർക്ക് ഈ ഡോറിലൂടെയുള്ള സഞ്ചാരം കാണണമെന്നില്ല. ഏതായാലും ഇനി എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ആയമാർ കൂടില്ലായിരുന്നോ, അതല്ല ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണോ? ഇറങ്ങുന്നതും വീഴുന്നതുമൊന്നും ഡ്രൈവറുടെ ശ്രദ്ധയിൽ പെടാതെ പോവുകയായിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഒടുവിൽ വരുന്ന വിവരം, മടവൂർ സ്കൂൾ ബസ് 4ാം ക്ലാസ്, അതായത് മടവൂർ ചാലിൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്. സ്കൂൾ ബസ് ഇറങ്ങി മുന്നോട്ട് നടന്ന പെൺകുട്ടി കാൽ തട്ടി റോഡിൽ വീണു. മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ പെട്ടതാണ് വിദ്യാർത്ഥി. അങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നത്. അതായത് ഈ കുഞ്ഞ് ഈ സ്കൂൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അതിനുശേഷം മുന്നോട്ട് നടന്നു. ആ നടക്കുന്നതിനിടയിൽ കാൽ തട്ടി ആ ബസ്സിൻ്റെ മുന്നിൽ തന്നെ വീഴുകയായിരുന്നു. അപ്പോഴേക്കും ബസ് മുന്നോട്ടെടുത്തു. ബസ്സിൻ്റെ മുൻഭാഗത്തെ ടയർ കുഞ്ഞിൻ്റെ തലയിലൂടെയാണ് കയറി ഇറങ്ങിയത്. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. തൽക്ഷണം മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അതൊരു ദാരുണമായ മരണം തന്നെയാണ്. കാരണം ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വാർത്ത തന്നെയാണ്. അതാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് എന്നുള്ളത് ഇനി കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ കുഞ്ഞ് ബസ്സിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നിരിക്കുന്നു. അപ്പോൾ കാൽ തട്ടി മുന്നിലേക്ക് വീഴുകയായിരുന്നു. വീണത് ബസ്സിൻ്റെ മുന്നിലായിപ്പോയി. പക്ഷേ അത് ഡ്രൈവർ അറിയാതെയാകാം ബസ് മുന്നോട്ടെടുത്തത്. അങ്ങനെയാണ് ഈ കുഞ്ഞ് ബസ്സിനടിയിൽപ്പെട്ട് മരണം സംഭവിക്കാവുന്ന അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഡ്രൈവർക്ക് കാണാൻ
പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നു. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്, 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ക്രോസ് ചെയ്യണമെന്ന് അറിയാം, സ്ഥിരമായിട്ട് കൊണ്ടാക്കുന്നതല്ലേ, എല്ലാ ദിവസവും സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടിയാണ്. ആരെങ്കിലും ഡ്രൈവറുടെ പോലും ഒരു ശ്രദ്ധ ഉണ്ടാകണമായിരുന്നു. കുഞ്ഞ് ക്രോസ് ചെയ്ത് അപ്പുറം പോയിട്ടുണ്ടോ, രക്ഷകർത്താക്കൾ അവിടെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന തരത്തിൽ എല്ലാ കാലത്തും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, അല്ലേ അനന്തൻ? ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ. അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡ്രൈവർക്ക് ആ കുഞ്ഞ് വീണത് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചതാകില്ല. ആ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കുഞ്ഞ് വാഹനത്തിൽ നിന്നിറങ്ങി ബസ്സിന്റെ സൈഡിൽ കൂടി തന്നെ നടന്നു പോവുകയായിരുന്നു. ബസ് നിർത്തിയിട്ട ഭാഗം കുറച്ചുകൂടി മുന്നോട്ടേക്ക് എത്തുമ്പോഴേക്കും കുഞ്ഞ് വീണ് റോഡിലേക്കായിരിക്കണം വീണത്. അപ്പോഴാണ് ഈ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തത്. അങ്ങനെയായിരിക്കണം അപകടം സംഭവിച്ചത്. അപ്പോൾ ആ കുഞ്ഞ് ബസ്സിനടിയിലേക്ക് വീണു പോയത് ആ ഡ്രൈവർ കണ്ടിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയാണെങ്കിലും അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. മറ്റ് അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ലേ, കുഞ്ഞ് ഇറങ്ങുമ്പോൾ ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകാൻ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെയുള്ള സാധാരണ അമ്മമാരൊക്കെ വന്ന് നിൽക്കാറുള്ളതാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ബന്ധുക്കൾ വന്ന് നിൽക്കാറുള്ളതാണ് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ. ഇത്ര തീരെ കുഞ്ഞ് 4ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞാണ്. അപ്പോൾ അത്തരം വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഏതായാലും മരണം സംഭവിച്ചു. ആ കുഞ്ഞിനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചതെന്നാണ് അവിടെ നിന്നുള്ളവർ പറയുന്നത്. പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇത് കൊല്ലം തിരുവനന്തപുരം ജില്ല അതിർത്തി എന്ന് വേണം പറയാൻ. ആ കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ 4ാം ക്ലാസ് എന്നുള്ളത് മാറുന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. 7 വയസ്സുള്ള 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. നമ്മൾ നേരത്തെ 4ാം ക്ലാസ് എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ തീരെ ചെറിയ കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും 7 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ അതെ 2ാം ക്ലാസ്സിലായിരിക്കും. പെട്ടെന്ന് വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം മുന്നേ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ റോഡിലെ കല്ലൊക്കെ തട്ടി പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ആ കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് നിലത്ത് വീണ് പെട്ടെന്ന് വീണു പോകാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു പ്രായമാണ്. അതുകൊണ്ട് ആ ഡ്രൈവറും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സാധാരണഗതിയിൽ കുഞ്ഞിറങ്ങി അങ്ങ് നടന്നുപോയി എന്ന് വിചാരിച്ച് ബസ് മുന്നോട്ടെടുത്തതായിരിക്കണം ഡ്രൈവർ. പക്ഷേ എന്നാലും ഒരു ജാഗ്രത വേണം ബസ്സിലുള്ള ജീവനക്കാർക്കൊക്കെ. കാരണം ആ കുഞ്ഞ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നുണ്ടോ, അതല്ല കുഞ്ഞ് റോഡ് കുറുകെ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ജാഗ്രത സാധാരണ സ്കൂൾ ബസ് ജീവനക്കാർക്ക് വേണ്ടുന്നതാണ്. അപ്പോൾ അത്തരം ശ്രദ്ധകളൊന്നും ആ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ആ അപകടത്തിന് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് കിട്ടിയ വിവരം 4ാം ക്ലാസ് എന്നുള്ളതായിരുന്നു. അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. പക്ഷേ കുഞ്ഞ് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7 വയസ്സുള്ള കുഞ്ഞു മോളാണ്. ബസ് ഇറങ്ങി അവൾ മുൻപോട്ടേക്ക് പോവുകയായിരുന്നു. അതിനിടയിൽ അവൾ വീണുപോയി, റോഡിൽ വീണു. ആ സമയത്ത് വാഹനം കയറി ഇറങ്ങി എന്നുള്ളതാണ്.